നമസ്കാരം. മലയാളത്തിൻ്റെ മഹാനടൻ ഭരത് മമ്മൂട്ടി രോഗബാധിതനാണ് എന്നും അല്ല എന്നും പറയപ്പെടുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഇതേ തുടർന്ന് ഒരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. സിനിമാ മേഖലയിലെ മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മോഹൻലാൽ. ഇരുവരും തമ്മിൽ എതിരാളികളാണ് എന്നൊക്കെ ഫാൻസുകാർ തമ്മിലൊക്കെ പറയാറുണ്ടെങ്കിലും സത്യം അതല്ല. ഇരുവരും ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാണ്. 35-40 കൊല്ലമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥ വന്നു എന്നറിഞ്ഞപ്പോൾ മോഹൻലാൽ ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹം ശബരിമലയിൽ ദർശനം നടത്തിയ സമയത്ത് മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാട് നേർന്നു. മുഹമ്മദ് കുട്ടി വിശാഖം നാൾ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഒരു വഴിപാട് നേരുകയുണ്ടായി. ഇതിനെ കേരളത്തിൽ ചിലർ വലിയ വിവാദമായി ചിത്രീകരിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതിലെന്താണ് കാര്യം? മോഹൻലാൽ തൻ്റെ സുഹൃത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഒരു വഴിപാട് നടത്തി. ഇതിൽ എന്ത് തെറ്റാണ് ജനങ്ങൾ കാണുന്നത്? അതാണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്ന കാര്യം. സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്. ഞാനായാലും ചെയ്യും, നിങ്ങളായാലും ചെയ്യും. ഇപ്പോൾ ഞാനൊക്കെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കാലത്ത് മക്ക അൽ മുക്കറമയിലും മദീന അൽ മുനവറയിലുമൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ എൻ്റെ അമുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് രക്ഷ കൊടുക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, മലയാളികളായ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. ഇവിടെ മുസൽമാന് വേണ്ടി ഹിന്ദു പ്രാർത്ഥിക്കും, ക്രിസ്ത്യാനി പ്രാർത്ഥിക്കും. അതിനിയും സംഭവിക്കും. മമ്മൂട്ടിയുടെ രോഗശാന്തിക്ക് വേണ്ടി ഇനിയും ആളുകൾ പ്രാർത്ഥിക്കും. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിം സുഹൃത്തുക്കളും പ്രാർത്ഥിക്കും. സ്വാഭാവികമാണ്. അതിനെതിരെ ആരും കയറ് പൊട്ടിച്ചിട്ട്